സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു ലാഭം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ഥിരമായി പുലർത്തേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന രീതി ഒരു സ്ഥിരതയോടെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ലാഭം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ സ്ഥിരത നിലനിർത്തുന്നത് ഏത് മേഖലയിലാണോ അതിനെ തന്നെ നമുക്കൊരു സ്ട്രാറ്റജി ആയിട്ട് പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരായിരുന്നാൽ പോലും, അല്ലെങ്കിൽ ലോങ് ടൈം എന്ന് പറയുന്നത് പോലും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കുമൊക്കെ മികച്ച രീതിയിലുള്ള സ്ട്രാറ്റജികൾ അതിനകത്ത് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സംഭവമാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആവാൻ പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ, അതായത് നമ്മളൊരു കഴിഞ്ഞ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ് എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത്. അതായത് യൂണിബെസ്റ്റിന്റെ ആപ്ലിക്കേഷന്റെ കോഴ്സിന്റെ ചാപ്റ്ററിലാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്താണ് ബ്രേക്ക് ഔട്ട് എന്നറിയാം. അപ്പോൾ ബ്രേക്ക് ഔട്ട് ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും അതുവഴി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് യൂണിബെസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഈ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് ഒരു പെയ്ഡ് വേർഷനാണ്. അപ്പോൾ എങ്ങനെയാണ് യൂണിബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂണിബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് വെർഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു റിഡക്ഷൻ അതിൽ വഴി നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് വഴി കിട്ടുന്നതുമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ക്രീനേഴ്സ് ഇക്വിറ്റിയിൽ ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡെയിലി ഫ്രഷ് ബ്രേക്ക് ഔട്ടും വീക്കിലി ബ്രേക്ക് ഔട്ടും എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓവർ സോൾഡ് സ്റ്റോക്സും നിയറിംഗ് ബ്രേക്ക് ഔട്ട്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഓവർ സോൾഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഒരുപാട് ആൾക്കാർ കൈവശം വച്ചിരിക്കുകയാണ്. ആ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് എല്ലാവരും വിറ്റഴിക്കുകയാണെങ്കിൽ അതിനെ ഓവർ സോൾഡ് സ്റ്റോക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പെട്ടെന്ന് ആൾക്കാർ വിറ്റഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് പോലെ താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് താഴേക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റോക്ക് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഉടൻ തന്നെ ബൈ വാങ്ങാതിരിക്കാനുള്ള ഒരു സംവിധാനവും നമുക്ക് ഈ ഓവർ സോൾഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓവർ സോൾഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ സ്ക്രീനിൽ ഇത് ലഭ്യമല്ല. അപ്പോൾ ഞാനത് മൊബൈൽ സ്ക്രീനിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതവിടെ ഡിസ്പ്ലേയിൽ വരില്ല. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓവർ സോൾഡ് സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ ACC എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ ആഴ്ച ഓവർ സോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. കുറേയധികം ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. പക്ഷേ ഇവർ റെക്കമെൻഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്ക് മാത്രമാണ്. അപ്പോൾ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 2376, ഇപ്പോഴുള്ള പ്രൈസ് 2483 എന്ന് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാമെന്നുള്ളവർക്കായിരിക്കും അത് പ്രയോജനം ചെയ്യുന്നത്. അല്ല എങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നിയറിംഗ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ നിയറിംഗ് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നിയറിംഗ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറേയധികം ഈ അടുത്തതായിട്ട്, അതായത് ഇനിയിപ്പോൾ ഉടൻ തന്നെ ബ്രേക്ക് ഔട്ടിലേക്ക് പോകുന്നത് സ്റ്റോക്കുകളായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ,
നമുക്ക് ആ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ട്രേഡിംഗ് വ്യൂയിലുള്ള ഒരു ചാർട്ടൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാ ഇവിടെ കണ്ടോ? ഇവിടെ ഒരു വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ലെവലിനെ ഉടൻ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഉള്ള സാധ്യത ഉള്ള രീതിയിൽ നിൽക്കുന്ന സ്റ്റോക്കിനെയാണ് നമുക്ക് നിയറിംഗ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. ദാ ഇവിടെ കണ്ടോ? ലാസ്റ്റ് വന്നിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് തന്നെ കണ്ടോ? ആ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് നമുക്കിപ്പോൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അടുത്ത ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നത് വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കത് ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു നിയറിംഗ് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. അതിൽ പെയ്ഡ് വെർഷനാണ് ഈ നിയറിംഗ് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സ്ക്രീനേഴ്സ് എടുക്കുക. ഇവിടെ നമുക്ക് ഇക്വിറ്റിയിൽ ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയൽ കുറച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം നിയറിംഗ് ബ്രേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കുറേയധികം സ്റ്റോക്സുകൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റോക്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്കിഷ്ടമുള്ള നമ്മുടെ പ്രൈസ് റേഞ്ചിന് വരുന്ന ഇപ്പോൾ 209, അപ്പോൾ ടൈറ്റാനൊക്കെ നല്ല സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങാൻ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒഴിവാക്കാം. അല്ല എങ്കിൽ ഇവിടെ ക്രിസിലൊക്കെ 4700. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത്രയും നമുക്ക് ലാഭം കിട്ടുന്നത് കൂടുതൽ ക്വാണ്ടിറ്റിയിലല്ല കാര്യം. സ്റ്റോക്കിൻ്റെ ഒരേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ലാഭം വരുന്നത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് അനുസരിച്ചിട്ടാണല്ലോ ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോക്കുകൾ എടുക്കാം. അല്ല എങ്കിൽ വലിയ എമൗണ്ട് ഉള്ള സ്റ്റോക്ക് ആയിരുന്നാലും നമുക്ക് മതിയാവും. നമുക്ക് ആ ഒരു സ്റ്റോക്ക് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം മികച്ച ഒരു സ്റ്റോക്കാണെന്ന് തന്നെ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ കണ്ടോ? ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു റെസിസ്റ്റൻസ് ലെവൽ റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ലെവലിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഉടൻ തന്നെ ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ യൂണിവെസ്റ്റ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ അനലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ ഇതുപോലെ ഈ ആപ്ലിക്കേഷനിൽ കാണിച്ചു തരും. അപ്പോൾ ആ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെ കണ്ടോ? ഇവിടെ 2-3 പ്രാവശ്യം തന്ന് തട്ടിയിട്ട് പിന്നെ അത് താഴേക്ക് പോയി. നല്ലൊരു സപ്പോർട്ട് എടുത്തു. ഇവിടെ വന്നിട്ട് വീണ്ടും താഴെ പോയി നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മികച്ചൊരു കയറ്റമാണ് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടുത്ത ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞിരുന്നാലും നമുക്കൊരു 80% അല്ലെങ്കിൽ ഒരു 75% മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നാലും നമുക്ക് പരിഗണിക്കാൻ പറ്റൂ. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മൾ വിചാരിക്കുന്ന അതേ സാഹചര്യത്തിൽ എത്ര കണക്കുകളും അനലിസ്റ്റ് ഒക്കെ കണക്കുകൾ നിരത്തിയിരുന്നാലും ആ ഒരു രീതിയിൽ വരാനുള്ള സാധ്യത ഒരു 20% കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് ഈ രീതിയിൽ കണ്ടെത്തുന്നതിനും അതിനുശേഷം അവയിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കിയതിന് ശേഷം നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്സ്റ്റോക്സോ സെറോദയോ ഗ്രോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഉടൻ തന്നെ ഇതിൽ നിന്ന് നോക്കി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ഉടൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് ബ്രേക്ക് ഔട്ട് എടുത്ത് അടുത്ത ആഴ്ചയിലേക്ക് പോകുന്നതായിരിക്കും. ചിലപ്പോൾ 1-2 ആഴ്ച ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇത് ഷോർട്ട് ടൈമിലേക്കൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയറിംഗ് ബ്രേക്ക് ഔട്ടും അതുപോലെ തന്നെ സോളിഡ് സ്റ്റോക്കുമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് യൂണിവെസ്റ്റിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവെസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വളരെയധികം യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ പെയ്ഡ് വെർഷനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. മറ്റതിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അത് കൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്കും തോന്നിയിട്ടില്ല. പെയ്ഡ് വെർഷനാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് 2000-3000 രൂപയൊക്കെ വെച്ച് ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇതിൻ്റെ ഒരു പെയ്ഡ് വെർഷൻ എടുത്തിട്ട് കൺസിസ്റ്റൻസിയോടെ
പോലെ ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ 2-3 ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരികയും പിന്നീട് നമുക്ക് എല്ലാ ആഴ്ചയിലോ മാസമോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങി പ്രോഫിറ്റിൽ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് അത്തരത്തിൽ പഠന വിധേയമാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു രീതിയിൽ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക.